ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وآل محمد كما صليت على إبراهيم وآل إبراهيم وبارك على محمد وآل محمد كما باركت على إبراهيم وآل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإنك لعلى خلق عظيم فستبصر ويبصرون بأيكم المفتون إن ربك هو أعلم بمن ضل عن سبيله وهو أعلم بالمهتدين فلا تطع المكذبين ودوا لو تدهن فيدهنون ولا تطع كل حلاف مهين هماز مشاء بنميم مناع للخير معتد أثيم عتل بعد ذلك زنيم. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ, തഖ്വയുള്ളവരായിരിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഒരു വീഡിയോ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. അതൊരു മുസ്ലിയാരുടെ വീഡിയോ ആണ്. അദ്ദേഹം ചില സംവാദ സദസ്സുകളിലൊക്കെ പങ്കെടുത്ത് സമൂഹത്തിൽ അത്യാവശ്യം കൊള്ളാവുന്നൊരു മുസ്ലിയാരാണ് എന്ന് പറയാൻ സാധ്യതയുള്ള വിധം ഉയർത്തിക്കാട്ടപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ പ്രചരിക്കുന്ന വീഡിയോ യഥാർത്ഥത്തിൽ വല്ലാതെ നിരാശപ്പെടുത്തി കളയുന്നു. അതിങ്ങനെയാണ്: ഖുർആനിൽ തെറിവചനങ്ങളുണ്ട്. തെറി പറഞ്ഞാൽ എന്താ കുഴപ്പം? ഖുർആനിൽ തെറിവചനങ്ങളുണ്ടല്ലോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശം. അതിനെന്താ കുഴപ്പം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം പല്ലവിയാണ്. അടിമഭോഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിനെന്താ കുഴപ്പം എന്ന് ചോദിച്ചയാളാണ് അദ്ദേഹം. ഇവിടെ എൻ്റെ വിഷയം ഖുർആനിൽ തെറിവചനങ്ങളുണ്ട് എന്ന പ്രയോഗത്തെ സംബന്ധിച്ചുള്ളതാണ്. ഒരു പണ്ഡിതൻ എന്ന് സമൂഹം തെറ്റിദ്ധരിക്കുന്നൊരു വ്യക്തി, അല്ലെങ്കിൽ ശരിയായി ധരിക്കുന്നൊരു വ്യക്തി, അദ്ദേഹം പൊതുസമൂഹത്തിന് മുന്നിൽ വന്നുകൊണ്ട് ഒരു മഹാഗ്രന്ഥത്തെക്കുറിച്ച് ഇത്തരത്തിലുള്ള വൃത്തികെട്ട രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുമ്പോൾ സാമാന്യമായി ഒരു ബോധമുണ്ടായിരിക്കണം. താൻ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്, ആരോടാണ് പറയുന്നത്, ഇതാരൊക്കെ കേൾക്കാനിടയുണ്ട്, എന്താണ് താൻ പറയുന്നതിൻ്റെ ഇമ്പാക്റ്റ്, അത് സമൂഹത്തിലുണ്ടാക്കുന്ന ആഘാതങ്ങളും പ്രത്യാഘാതങ്ങളുമൊക്കെ എത്ര വലുതായിരിക്കും എന്ന് ആലോചിക്കാൻ പൊതുസദസ്സുകളിൽ പ്രഭാഷണം നടത്തുന്ന, സോഷ്യൽ മീഡിയകളിൽ പ്രഭാഷണം നടത്തുന്ന ആളുകൾക്ക് ബാധ്യതയുണ്ട്. തങ്ങളുടെ ഏതെങ്കിലും സദസ്സിൽ അവർക്ക് എന്തും പറയാവുന്ന സദസ്സിൽ പഴയ കാലത്ത് പറഞ്ഞതുപോലെയല്ല ഇക്കാലം. പറയുന്നതെല്ലാം വെളിയിലാണ്, ആളുകൾ മനസ്സിലാക്കുന്നുണ്ട്. പറയുന്നതിനെക്കുറിച്ചുള്ള ബോധമുണ്ടാകണം. ഉത്തരവാദിത്തം ബോധമില്ലാത്തവർ ഇത്തരം പരിപാടികൾക്ക് നിൽക്കരുത്. നിങ്ങൾ നിങ്ങളുടെ സംഘടനകളെക്കുറിച്ച് പറഞ്ഞോളൂ, നിങ്ങളുടെ നേതാക്കളെക്കുറിച്ച് പറഞ്ഞോളൂ, നിങ്ങളുടെ മറ്റ് സംവിധാനങ്ങളെക്കുറിച്ച് പറഞ്ഞോളൂ. ഒരു കുഴപ്പമില്ല, ആർക്കും ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ പ്രവാചകനെക്കുറിച്ച് പറയുമ്പോൾ, വിശുദ്ധ വേദത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ആലോചിക്കേണ്ടതുണ്ട്. കാരണം ഇതൊന്നും ആരുടെയും തറവാട്ട് സ്വത്തല്ല. ഇത് ദൈവികമായ വചനങ്ങളാണ്. മനുഷ്യനെ നന്മ പഠിപ്പിക്കുന്നതിന്, മനുഷ്യനെ ധർമ്മം പഠിപ്പിക്കുന്നതിന്, മനുഷ്യനെ സദാചാരം പഠിപ്പിക്കുന്നതിന്, മനുഷ്യനെ നല്ലവനാക്കി തീർക്കുന്നതിന് വേണ്ടി പടച്ച തമ്പുരാൻ, ഉടയ തമ്പുരാൻ, ഈ പ്രപഞ്ചത്തിൻ്റെ നാഥൻ പ്രവാചകന്മാർ മുഖാന്തരം കൊടുത്തുവിട്ടിട്ടുള്ള വചനങ്ങളാണ് വിശുദ്ധ ഖുർആൻ ഉൾപ്പെടെയുള്ള വേദങ്ങൾ. ആ വേദങ്ങളിൽ തെറിയുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്?
ദൈവം തമ്പുരാൻ തെറി പറയാനിരിക്കുന്നവനാണെന്നോ? ഉടയ തമ്പുരാൻ തെറി പറയാൻ സമൂഹത്തെ പഠിപ്പിക്കുന്നുവെന്നോ? നല്ലതേ പറയാവൂ, മയമായ വാക്കുകളെ പറയാവൂ. ഫറോവയുടെ അടുത്തേക്ക് മൂസാ നബി അയക്കുമ്പോൾ അള്ളാഹു മൂസാ നബിയോട് പറഞ്ഞ ഒരു പ്രത്യേകമായ ഒരു നിർദ്ദേശം, ഖൂലാലഹു ഖൗലൻ ലയ്യിനൻ. ഫറോവ അതിക്രമിയായ, അങ്ങേയറ്റം സമൂഹത്തെ ദ്രോഹിക്കുന്ന, എല്ലാതരം അനീതികളും തൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ നടപ്പിലാക്കുന്ന ഒരക്രമിയായ ഭരണാധികാരിയായിട്ട് പോലും മൂസാ നബിയോട് കൽപ്പിച്ചത് ഖൂലാലഹു ഖൗലൻ ലയ്യിൻ, മയമായി സംസാരിക്കണമെന്നാണ്. പ്രകോപിപ്പിക്കരുത്, ചീത്ത പറയരുത്, അധർമ്മ വാക്കുകളൊന്നും പുറത്തു വന്നു പോകരുത്. ഖൂലാലഹു ഖൗലൻ ലയ്യിനൻ. വാക്കുകളെ സംബന്ധിച്ചുള്ള ഖുർആനിൻ്റെ പരാമർശങ്ങൾ നോക്കിയാൽ അറിയാം. നിങ്ങൾ മൃദുവായി ഭാഷണം ചെയ്യണം, മധുരമായി ഭാഷണം ചെയ്യണം, കാരുണ്യപൂർവ്വം ഭാഷണം ചെയ്യണം, മനസ്സിലാക്കാൻ ഉതകുന്ന വിധത്തിൽ ഭാഷണം ചെയ്യണം എന്ന് ഖുർആൻ പലയിടത്തായി പല രൂപത്തിൽ ഖൗലൻ മഅറൂഫ, ഖൗലൻ ലയ്യിന, ഖൗലൻ കരീമ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഖുർആനിൽ തെറിയുണ്ട് എന്നാണ് മുസ്ലിയാരുടെ കണ്ടെത്തൽ. തെറിയുണ്ടത്രേ. ഇവിടെ മനസ്സിലാക്കുന്നതിലെ പിഴവാണ്, ബുദ്ധി ഉപയോഗിക്കാത്തതിൻ്റെ കുറവാണ്. തെറിയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞാനിവിടെ ഓതിവെച്ചു. അതിതാണ്: വ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം ഫസതുബ്സിറു വയുബ്സിറൂൻ ബിഅയ്യികുമുൽ മഫ്തൂൻ. സൂറ ഖലമിലെ ആയത്തുകളാണിത്. അവിടെ ഈ പരാമർശം, ഞാൻ ഈ ഓതിയ പരാമർശങ്ങൾ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: നീ അത്യുന്നതമായ സ്വഭാവത്തിൻ്റെ ഉടമയാണ്. ആരോടാ പറയുന്നത്? പ്രവാചകനോട്. ആര് പറയുന്നു? അള്ളാഹു പറയുന്നു, ഉടയ തമ്പുരാൻ പറയുന്നു. നീ അത്യുന്നതമായ മഹത്വമേറിയ സ്വഭാവത്തിൻ്റെ ഉടമയാകുന്നു നീ എന്ന് മുഹമ്മദിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു തുടങ്ങുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്തായ സ്വഭാവത്തിൻ്റെ ഉടമയാണ്. ഇതിനെ പ്രവാചകൻ മനോഹരമായി മറ്റൊരു ഭാഷയിൽ പറഞ്ഞു: ഇന്നി ബുഇസ്തു ലി ഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. എല്ലാ സ്വഭാവ ഗുണങ്ങളുടെയും പൂർത്തീകരണം സമൂഹത്തിന് മുന്നിൽ സമർപ്പിക്കുന്നതിനാണ് ഞാൻ നിയോഗിതനായിരിക്കുന്നത്. നല്ല വാക്ക്, നല്ല ചിന്ത, നല്ല കർമ്മം, നല്ല ജീവിതം, നല്ല ഇടപാട്, ഇങ്ങനെ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും നല്ലത്, നന്മ വരുത്തുന്നതിന് വേണ്ടി, അത് പഠിപ്പിക്കുന്നതിന്, അത് കാണിച്ചു കൊടുക്കുന്നതിനാണ് ഞാൻ നിയോഗിതനായിട്ടുള്ളതെന്ന് പ്രവാചകൻ പറയുന്നു. അള്ളാഹു പറയുന്നു, നീ അത്യുന്നതമായ സ്വഭാവത്തിൻ്റെ, മഹത്വമേറിയ സ്വഭാവത്തിൻ്റെ ഉടമയാണ്. മഹത്വമേറിയ സ്വഭാവത്തിന് പറ്റാത്തതല്ലേ ചീത്ത, വഞ്ചന, ക്രൂരത, അനീതി, അധർമ്മം, സദാചാര വിരുദ്ധത? ഇതൊക്കെ സ്വഭാവ ഗുണങ്ങൾക്ക് പറ്റാത്തതല്ലേ? അപ്പോൾ നീ അത്യുന്നതമായ സ്വഭാവത്തിൻ്റെ ഉടമയാണെന്ന് ഖുർആൻ പറയുമ്പോൾ അതിനെതിരായിട്ടുള്ളതൊന്നും പ്രവാചകനിൽ നിന്നുണ്ടാകരുതല്ലോ, അതിനെതിരായിട്ടുള്ളത് ഖുർആനിൽ നിന്നുണ്ടാകരുതല്ലോ. പരിശുദ്ധനായ അള്ളാഹുവിൻ്റെ വചനങ്ങൾ, ആ പരിശുദ്ധി വചനങ്ങൾക്ക് വേണ്ടേ? എന്നിട്ട് മുസ്ലിയാർ പറയുന്നു, ഒരാളെ ചീത്ത പറഞ്ഞിട്ടുണ്ട് ഖുർആൻ, 9 തവണ ചീത്ത പറഞ്ഞിട്ടുണ്ട് എന്നാണ്. എന്നിട്ട് എന്താണ് പറയുന്നത്? അതിനുശേഷം ഖുർആൻ പറയുന്നു, ഫലാ തുതിഇൽ മുകദ്ദിബീൻ. നീ നിഷേധികളായ, നിരാകരിക്കുന്ന, സത്യത്തെ നിരാകരിക്കുന്ന, ധർമ്മത്തെ നിരാകരിക്കുന്ന ജനതയ്ക്കൊരിക്കലും വിധേയപ്പെട്ടു പോകരുത്. പ്രവാചകനോട്, ധർമ്മികളോട് ഖുർആൻ ഉപദേശിക്കുകയാണ്. വദ്ദു ലൗ തുദ്ഹിനു ഫയുദ്ഹിനൂൻ. നിങ്ങളുടെ ആദർശത്തിൽ വെള്ളം ചേർത്താൽ, നിങ്ങളുടെ ധർമ്മചിന്തയിൽ വെള്ളം ചേർക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ഒരിക്കലും അങ്ങനെ ചെയ്തു പോകരുത്. എന്നിട്ട് പറയുന്നു, വലാ തുതിഉ കുല്ല ഹല്ലാഫിൻ മഹീൻ. വലാ തുതിഉ കുല്ല ഹല്ലാഫിൻ മഹീൻ. കള്ളം പറയുന്ന, സത്യം ചെയ്തും കള്ളം പറയുന്ന, കപടനായ, അവിവേകിയായ ആളുകൾക്ക് നീ വിധേയപ്പെടരുത്. സമൂഹം അങ്ങനെയാണ്. ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചല്ല. എന്നിട്ട് പറയുന്നത് വലീദ് ബിൻ മുഗീറയെക്കുറിച്ചാണെന്ന് പറയുന്നു, അസ്വദ് ബിൻ അബ്ദു യഗൂസിനെ കുറിച്ചാണെന്ന് പറയുന്നു, അഖ്നസ് ബിൻ ശുവൈഖിനെ കുറിച്ചാണെന്ന്, ഇങ്ങനെ പല തരത്തിൽ പലരെക്കുറിച്ച് ഖുർആൻ ഒരു പൊതു തത്വം പറയുകയാണ്. എല്ലാ സമൂഹത്തിലും എക്കാലവും ഉണ്ടാകുന്ന ചില ആളുകളുണ്ട്, ചില ഗ്രൂപ്പുകളുണ്ട്, അല്ലെങ്കിൽ ചില വ്യക്തികളുണ്ടാകും. അവർ അധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ്, ധർമ്മത്തിനെതിരെ നിലകൊള്ളുന്നവരാണ്, സത്യത്തിനെതിരെ നിലകൊള്ളുന്നവരാണ്. അവരുടെ സ്വഭാവ ഗുണങ്ങളാണ് ഈ പറയുന്നത്. ഇതേതെങ്കിലും ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കരുത്. അള്ളാഹു ഒരു വ്യക്തിയെ ആക്ഷേപിക്കുന്നവനല്ല. അള്ളാഹു ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്തിട്ട് അവനെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നവനല്ല. ആരാണ് അള്ളാഹു?
ഈ സംഘടന ഓഫീസിലിരിക്കുന്ന നേതാക്കളിൽ വലിയൊരു നേതാവാണ് അള്ളാഹു എന്ന് വിചാരിച്ചോ? അങ്ങനെയാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഈ കൂട്ടരുടെ വിചാരം. ഒരു വലിയ പുരോഹിതൻ, വലിയ ഉസ്താദ് എന്ന് പറയാവുന്ന ഒരു വലിയ പുരോഹിതനാണ് അള്ളാഹു. അങ്ങനെ ഈ പുരോഹിതനുള്ള എല്ലാ ദൂഷ്യങ്ങളും പടച്ചവനുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെയാണല്ലോ, തനിക്ക് പറ്റാത്തവരെ ചീത്ത പറയലല്ലേ തെറി എന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്യുക. മലയാളത്തിൽ തെറി എന്ന് ഗൂഗിൾ ചെയ്താൽ കിട്ടുന്ന ഒന്നാമത്തെ ഫലം വലിയ മതപ്രഭാഷകരുടെ മതപ്രഭാഷണങ്ങളാണ്. ഗൂഗിൾ പോലും തെറി എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ അവർ അന്വേഷിച്ച് സെർച്ച് ചെയ്ത് കണ്ടെത്തുന്നത് ഈ മതപ്രഭാഷണങ്ങളാണ്. അപ്പോൾ തെറി എന്ന് പറയുന്നത് പ്രഭാഷണങ്ങളുടെ ഭാഗമാവുകയും തങ്ങളുടെ ആദർശത്തിൻ്റെ ഭാഗമാവുകയും ചെയ്യുന്നത് പോലെ അല്ലേ? സംഘടനകൾ പുലരുമ്പോൾ, സംഘടനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുമ്പോൾ LCD-യും LED-യും വെച്ച് വാളിൽ ഇതൊക്കെ പ്രദർശിപ്പിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന തെറികൾ അത് ഖുർആനിൽ ആരോപിക്കുകയാണ്. എന്നിട്ട് ഖുർആനിൽ ഉണ്ടെന്ന് പറയുകയാണ്. ഖുർആൻ ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുന്നില്ല. വ്യക്തിയെ അധിക്ഷേപിക്കാൻ മാത്രം തരം താഴ്ന്നതല്ല വേദം. വേദം ഒരാളെക്കുറിച്ച് പറയാനുള്ളതല്ല, മറിച്ച് പൊതുവായ തത്വങ്ങൾ പറയുകയാണ്. അങ്ങനെ പറയുമ്പോൾ ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചുള്ളതാണ് എന്ന് വരുത്തി തീർത്ത് നമുക്കാരെയും ചീത്ത പറയാൻ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ന്യായീകരണം കണ്ടെത്തുന്ന പുരോഹിത വൃത്തം മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ സംഘടനാ പുസ്തകമല്ല എന്നാണ്. നിങ്ങളുടെ സംഘടനാ പുസ്തകമല്ല, ഏതെങ്കിലും ഓഫീസിൽ നിന്ന് അടിച്ചുവിടുന്നതല്ല. ഇത് ഉടയ തമ്പുരാൻ്റെ, പ്രപഞ്ചനാഥൻ്റെ, അള്ളാഹുവിൻ്റെ ധർമ്മത്തിൻ്റെ, നീതിയുടെ പൂർണ്ണതയായ അള്ളാഹുവിൽ നിന്നുള്ള വചനങ്ങളാണിത്. ഇതിൽ ധർമ്മത്തിന് വിരുദ്ധമായിട്ടൊരു വാക്കുണ്ടാകില്ല, ഉണ്ടാകാൻ പാടില്ല. മനസ്സിലാക്കുന്നിടത്താണ് പ്രശ്നം. എന്നിട്ട് എന്താണ് അള്ളാഹു പറയുന്നത്? വലാ തുതിഅ കുല്ല ഹല്ലാഫിൻ മഹീൻ, അവിവേകിയായ ധാരാളം കള്ളം പറയുന്ന ആളുകൾ ഉണ്ടാകും സമൂഹത്തിൽ, അവർക്ക് നീ വിധേയപ്പെട്ടു പോകരുത്. ഹമ്മാസിൻ മശ്ശാഇൻ ബിനമീം, ഹമ്മാസിൻ വെറുപ്പുൽപാദിപ്പിക്കുന്ന, പരിഹസിക്കുന്ന, ആളുകളെ വെറുപ്പിക്കുന്ന, പരിഹസിക്കുന്നവരെ പോലെയാകരുത്. മശ്ശാഇൻ ബിനമീം, പരസ്പരം തെറ്റിക്കുന്നതിന് വേണ്ടി, ആളുകളെ, ഗ്രൂപ്പുകളെ, സംഘടനകളെ, മനുഷ്യരെ പരസ്പരം തെറ്റിക്കുന്നതിന് വേണ്ടി പണിയെടുക്കുന്നവരെ പോലെയാകരുത്, അവർക്ക് വിധേയപ്പെടരുത്. മന്നാഇൽ ലിൽ ഖൈരി, നെഗറ്റീവ് പ്രചരിപ്പിക്കുന്ന, എല്ലാ നന്മകളെയും തടയുന്ന, എല്ലാ നന്മകളെയും വിലക്കുന്ന ആളുകൾക്ക് വിധേയപ്പെടരുത്. മുഅ്തദിൻ അസീം, അതിക്രമകാരികളായ ആളുകൾ, കൊടും ക്രിമിനലായ ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് വിധേയപ്പെടരുത്, അവരെ ഭയപ്പെടരുത്. ഉത്തുല്ലിൻ ബഅദ ദാലിക സനീം, ഉത്തുല്ലിൻ, പകയും വിദ്വേഷവും മനസ്സിൽ വെച്ച് നടക്കുന്ന ആളുകൾക്ക് വിധേയപ്പെടരുത്. ബഅദ ദാലിക സനീം, ഇതൊന്നും പോരാഞ്ഞിട്ട് സനീം, സനീം എന്ന വാക്കിൻ്റെ അർത്ഥം ജാരസന്തതി എന്നാണ്. ജാരസന്തതി, ഒരു വ്യക്തിയെക്കുറിച്ച് ഖുർആൻ പറയുകയാണ് അത്ര ജാരസന്തതി എന്ന്. സനീം എന്ന വാക്കിൻ്റെ അർത്ഥം തർക്കിക്കുക, അനാവശ്യമായി കുതർക്കം ഉന്നയിക്കുന്നവനെന്നാണ്. ഭാഷാ ഗ്രന്ഥങ്ങളെടുത്ത് പരിശോധിച്ച് നോക്ക്. അനാവശ്യമായി കുതർക്കം ഉന്നയിക്കുന്ന ആളുകളെക്കുറിച്ചാണ് സനീം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവിവേകി, പടുജാഹിൽ എന്ന അർത്ഥത്തിലും സനീം എന്ന പദം ഉപയോഗിക്കും. എന്നിട്ട് പറയുന്നു, ഇത് ഏതോ ഒരു മനുഷ്യനെക്കുറിച്ച് വലീദ് ബിൻ മുഗീറയുടെ ഉമ്മ വ്യഭിചരിച്ചു അത്രേ, ആ വ്യഭിചാരത്തിൽ ഉണ്ടായതാണത്രേ, അതുകൊണ്ട് ഒരു കുട്ടി എങ്ങനെയാണ് ജാരസന്തതി എന്ന് പറയുന്ന ആ കുട്ടി എങ്ങനെയാണ് കുറ്റക്കാരനാകുന്നത്? ഒരുപക്ഷെ ഈ ഉമ്മ കുറ്റം ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ആ ഉപ്പ കുറ്റം ചെയ്തിട്ടുണ്ടാകാം. അതിന് ഈ കുട്ടി എങ്ങനെ കുറ്റക്കാരനാകും? അതെങ്ങനെയാണ് ജാരസന്തതി എന്ന് ഖുർആൻ ഒരാളെക്കുറിച്ച് ജാരസന്തതി എന്ന് ആക്ഷേപസ്വരത്തിൽ പറയണമെങ്കിൽ ഈ അള്ളാഹുവിൻ്റെ നിലവാരം എന്തായിരിക്കണം? അള്ളാഹുവിനെ കുറിച്ച് എന്ത് ധരിച്ചു വച്ചിരിക്കുന്നു ഈ പുരോഹിത വർഗം? അവൻ ജാരസന്തതിയാണ്, പോരാത്തതിന് അവൻ ജാരസന്തതിയാണ് എന്ന് പറഞ്ഞു അത്രേ. ഇത്തരത്തിൽ ഖുർആനിനെ ആക്ഷേപിക്കാൻ, ഖുർആനിനെ മോശപ്പെടുത്താൻ വേണ്ടി ബോധപൂർവം ഉണ്ടാക്കിയിട്ടുള്ള വ്യാജ അർത്ഥങ്ങൾ, ആ അർത്ഥങ്ങൾ വീണ്ടും വിചാരമില്ലാതെ പഠിപ്പിച്ച് സമൂഹത്തിന് മുന്നിൽ ഇങ്ങനെ ഛർദ്ദിക്കുകയാണ് ഈ പുരോഹിതന്മാരുടെ ജോലി. ഇതെങ്ങനെ വന്നു എന്നറിയോ? ഇവിടെ മനസ്സിലാക്കണം, ഖുർആനിനെയും മുഹമ്മദ് നബിയെയും മോശമാക്കുന്നതിനും അത് വൃത്തികെട്ട ഭാഷകൾ ഉപയോഗിച്ചിട്ടുള്ള ഗ്രന്ഥമാണ് എന്ന് വരുത്തി തീർക്കുന്നതിനും വേണ്ടി മുആവിയൻ ഭരണകൂടം മുതൽ ഇങ്ങോട്ടുള്ള രാജഭരണകൂടങ്ങളൊക്കെയും ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾക്ക് ഇത്തരത്തിലുള്ള മോശപ്പെട്ട അർത്ഥം നൽകിയിട്ടുള്ളത്. അത് കാണാതെ പഠിക്കുന്നവരാണ് ഈ പുരോഹിതന്മാർ. അതങ്ങനെ തന്നെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന, വരും തലമുറക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നവരാണിവർ. ചിന്തിക്കൂല.
ഇതുകൊണ്ടുണ്ടാകുന്ന മുത്തുച്ചിപ്പി വായിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഏതെങ്കിലും പൈങ്കിളി നോവൽ വായിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഏതെങ്കിലും വൃത്തികെട്ട പുസ്തകങ്ങൾ വായിക്കുന്നത് പോലെ ഖുർആൻ ആ നിലവാരത്തിലാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ടല്ലേ ഇവരുടെ പ്രഭാഷണങ്ങൾ കേട്ടു നോക്കൂ. ഇവരുടെ ഒരു പുരുഷൻ്റെ ഒരു സ്ത്രീയും ഒരു പുരുഷനും ഭാര്യയും ഭർത്താവും നടന്നു പോകുമ്പോൾ ഓളോട് ഒന്നോട്ടെ എന്ന് പ്രവാചകൻ പറഞ്ഞാൽ അവളെ അവിടെ നിർത്തണം, അത് അയാൾക്ക് നിർബന്ധമാണ് എന്ന് ഉളുപ്പില്ലാതെ തലയെക്കെട്ട് കെട്ടി പറയുന്ന പണ്ഡിതന്മാർ ഈ സമൂഹത്തിൽ ഉണ്ടായത് ഈ പാളക്കിതാബുകൾ പഠിച്ചിട്ടാ. ആരാ റസൂൽ? ഭാര്യയും ഭർത്താവും പോകുമ്പോൾ ഓളോട് ഒന്നോട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ നിർത്തിയിട്ട് ഭർത്താവ് പോകണമെന്നും അവളും പ്രവാചകൻ അവളെ ഭോഗിക്കാമെന്നും അത് നിർബന്ധമാണെന്നും തലപ്പാവ് കെട്ടി പറയാൻ പേരിൻ്റെ പിറകിൽ ഒരുപാട് വാലുണ്ടാകുമ്പോൾ വിഡ്ഢിത്തവും വിവരക്കേടും കൂടുന്നു എന്നാണോ അതിൻ്റെ അർത്ഥം? ഈ സംഘടനകളുടെ കോളേജുകളിൽ നിന്ന് കൊടുക്കുന്ന ബിരുദം തമ്മാടിത്തവും വൃത്തികേടും പറയാനുള്ള ലൈസൻസ് ആണോ? എന്തൊക്കെയാണ് പറയുന്നത് പ്രവാചകനെ കുറിച്ച്? നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ സ്വന്തക്കാരെ കുറിച്ച് പറഞ്ഞോളൂ, ഞങ്ങൾക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല, പക്ഷെ പ്രവാചകനെ കുറിച്ച് പറയരുത്, പ്രവാചകനെ തൊട്ട് കളിക്കരുത്. പ്രവാചകൻ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, അത്യുന്നതമായ സ്വഭാവത്തിൻ്റെ ഉടമയാണ്. ഈ വൃത്തികെട്ട വാക്കുകൾ കേട്ടിട്ടാണ് പ്രവാചകനെ വിമർശിക്കുന്നത്. വിമർശകരെ കുറിച്ച് ഒന്നും പറയാനില്ല. ഇവർ പറയുന്ന ഈ വൃത്തികേടുകൾ കേട്ടിട്ടാണ്. ഭാര്യയും ഭർത്താവും പോകുമ്പം പ്രവാചകൻ ഭർത്താവിനോട് പറയാത്രേ അവളിവിടെ നിന്നോട്ടെ എന്ന്. എന്നിട്ട് അത് വലിയ പ്രവാചകന്റെ മുഅ്ജിസത്തായിട്ട്, കറാമത്തായിട്ട്, ബഹുമതിയായിട്ട്, ഇസ്ലാമിൻ്റെ മഹത്വമായിട്ട് ഈ വിവരദോഷികൾ, വിഡ്ഢികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. മറ്റൊരാൾ പറയുന്നത് പ്രവാചകന്റെ ഭാര്യയുടെ വീട്ടിൽ പോയപ്പോൾ ഇത് പറയുന്നത് തട്ടമിട്ട വഹാബി പറയുന്നു. പ്രവാചകന്റെ ഭാര്യ അവരുടെ വീട്ടിൽ പോയപ്പോൾ പ്രവാചകൻ ഒരു അടിമയുമായിട്ട് ഭോഗിച്ചു. അത് ഭോഗിക്കുന്നത് കണ്ടുകൊണ്ട് ഭാര്യ കയറി വന്നു. അപ്പോൾ അവിടെ ആകെ സീനായി, പ്രശ്നമായി. ആരെക്കുറിച്ചാണ് പറയുന്നത്? നിങ്ങളുടെ സംഘടനാ ഓഫീസിലെ നേതാവിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞോളൂ. പക്ഷേ റസൂലിനെ കുറിച്ച് പറയരുത്. തമ്മാടിത്തം. എന്ത് വൃത്തികേടായി പറയുന്നത്! എന്നിട്ട് ഇതൊക്കെയും സമൂഹത്തിൽ ഇങ്ങനെ പ്രചരിപ്പിക്കുക, വ്യാപിപ്പിക്കുക. എന്നിട്ട് ഹാ എന്ന് പറഞ്ഞത് കണ്ട് കൈയടിക്കുന്ന, മാഷാ അല്ലാഹ് സുബ്ഹാനല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയുന്ന ഒരു സമൂഹം ഇവിടെ വേറെ. ആരെക്കുറിച്ചാണ് പറയുന്നത്? ഇത് ഏതെങ്കിലും സൽമാൻ റുഷ്ദി എഴുതിയാൽ, ഇത് ഏതെങ്കിലും ചെറിയാൻ എഴുതിയാൽ, ഇതേതെങ്കിലും ജോസഫ് മാഷ് എഴുതിയാൽ കൈവെട്ടാൻ പോകും. വെട്ടണം. ഇവരുടെ ഈ തെമ്മാടിത്തത്തെയാണ് അവസാനിപ്പിക്കേണ്ടത്. ഈ കിതാബുകളാ ദർസുകളിൽ പഠിപ്പിക്കുന്നത്, ഈ കിതാബുകളാ അറബി കോളേജുകളിൽ പഠിപ്പിക്കുന്നത്. ഇന്നും ഈ നിമിഷവും പ്രവാചകന്റെ എന്നിട്ട് വലിയ പ്രവാചക സ്നേഹം വിളമ്പും ഇക്കൂട്ടർ. ഇവരെല്ലാവരും കണക്കാണ്. കാരണം ഇവരാരും മുഹമ്മദ് നബിയെ അല്ല, ഖുർആനിനെ അല്ല സ്നേഹിക്കുന്നത്, മുഹമ്മദ് നബിയെ അല്ല സ്നേഹിക്കുന്നത്, അള്ളാഹുവിനെ കുറിച്ചല്ല ഇവരുടെ വിചാരം. ഇവരുടെ സംഘടനകളെക്കുറിച്ചും ഇവരുടെ പാളക്കിതാബുകളെക്കുറിച്ചുമാണ് ഇവർക്ക് ആദി. ഇതാണ് ഇവരുടെ പ്രശ്നം. ദീനല്ല ഇവർക്ക് പ്രശ്നം. ഇത് മനസ്സിലാക്കുന്നതെന്നോ അന്ന് മാത്രമേ മുഹമ്മദ് നബിയുടെ വ്യക്തിത്വത്തെ ഈ സമൂഹത്തിന് മനസ്സിലാവുകയുള്ളൂ. അല്ലെങ്കിൽ മുഹമ്മദ് നബി വലിയ ഉസ്താദ്, ഇവരുടെ ഓഫീസിലിരിക്കുന്ന ഉസ്താദിനേക്കാളും വലിയ തലക്കെട്ടുള്ള ഒരു ഉസ്താദ് അല്ല. മുഹമ്മദ് നബി പുരോഹിതനല്ല. മുഹമ്മദ് നബി ഇത്തരത്തിലുള്ള സംഘടനാ നേതാവുമല്ല. മുഹമ്മദ് നബി ലോകത്തിൻ്റെ നായകനാണ്, മഹാഗുരുവാണ്, മഹാപ്രവാചകനാണ്, ഗുരുക്കന്മാരുടെ ഗുരുവാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, അത്യുന്നതമായ മഹത്വമേറിയ സ്വഭാവത്തിൻ്റെ ഉടമയാണ്. ഖുർആനിൽ ചീത്തയില്ല, ഖുർആനിൽ തെറിയില്ല. തെറിയുള്ളത് നിങ്ങളുടെ പാളക്കിതാബുകളിലാണ്. ബുഖാരി തുറന്ന തെറി കാണാം, മുസ്ലിം തുറന്ന തെറി കാണാം, ഹദീസ് കിതാബുകൾ തുറന്ന തെറി കാണാം. ഖുർആൻ തുറന്ന തെറി കാണൂല. ഖുർആനിലുള്ളത് മഹത്വമേറിയ വർത്തമാനങ്ങളാണ്. മനുഷ്യന്റെ മനസ്സിനെ വിമലീകരിക്കുന്ന, ശുദ്ധീകരിക്കുന്ന, മനുഷ്യന്റെ മനസ്സിനെ അത്യുന്നതങ്ങളിലേക്ക് എത്തിക്കുന്ന വചനങ്ങളുടെ സമാഹാരത്തിന്റെ പേരാണ് ഖുർആൻ. തെറി കാണണോ? നിങ്ങളുടെ പാളക്കിതാബ് തുറന്നു നോക്ക്. ഖുർആനിൽ അത് ആരോപിക്കല്ലേ, ഖുർആനിലേക്ക് കൊണ്ടുവരല്ലേ. മുസ്ലിയാരാവുക എന്ന് പറഞ്ഞാൽ വിഡ്ഢിയാവുക എന്നാണോ അർത്ഥം? മൗലവിയാവുക എന്ന് പറഞ്ഞാൽ വിഡ്ഢിയാവുക എന്നാണ് അർത്ഥം? തമ്മാടിത്തം പറയാനുള്ള ലൈസൻസിന്റെ പേരാണോ അത്? ഒരിക്കലും അങ്ങനെ കരുതരുത്. ഖുർആനിനെ കുറിച്ചും പ്രവാചകനെ കുറിച്ചും എന്തും പറഞ്ഞാൽ കേട്ടിരിക്കുന്ന ഒരു സമൂഹമല്ല ഇന്നുള്ളത്. അത് മനസ്സിലാക്കാനുള്ള കഴിവും ശേഷിയുമുണ്ട്. സംഘടനാ അടിമകളുടെ കാലം കഴിഞ്ഞിരിക്കുന്നു, ബുദ്ധിയുള്ളവരുടെ കാലം വന്നിരിക്കുന്നു. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്.
الصلاة والسلام على سيدنا محمد سيد الكونين محبوب رب المشرقين والمغربين خاتم الأنبياء سيد المرسلين مراد المشتاقين محبوب العاشقين جد الحسن والحسين صاحب الحرمين وابن الذبيحين سيدنا محمد بن عبد الله بن عبد المطلب صلى الله عليه وعلى آله وصحبه الذين جاهدوا بأموالهم في سبيل الله وباعوا نفوسهم لدين الهدى رضي الله عنهم ورضوا عنه ذلك لمن خشي ربه إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. സഹോദര സഹോദരികളെ, തഖ്വയുള്ളവരായിരിക്കണമെന്ന് ഒന്നുകൂടി ഉണർത്തുകയാണ്. വിശുദ്ധ ഖുർആൻ ഉൾപ്പെടെയുള്ള എല്ലാ വേദങ്ങളും മനുഷ്യ സമൂഹത്തെ സന്മാർഗത്തിലേക്കും ധർമ്മചിന്തയിലേക്കും നയിക്കുന്നതിന് വേണ്ടി പ്രവാചകന്മാർ മുഖാന്തരം നൽകപ്പെട്ടിട്ടുള്ള അള്ളാഹുവിൻ്റെ സൃഷ്ടാവിൻ്റെ വചനങ്ങളുടെ സമാഹാരമാണ്. ഇതിന് ഒരുപാട് വ്യാഖ്യാനങ്ങളും പരിഭാഷകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എല്ലാ വേദങ്ങൾക്കും. ഈ പരിഭാഷകളും വ്യാഖ്യാനങ്ങളൊന്നും വേദമല്ല, അത് വേദത്തിൻ്റെ വ്യാഖ്യാനം മാത്രമാണ്. പരിഭാഷകളിലുണ്ട്, ഇന്ന് ഇമാം പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന മഹർഷി പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും വേദങ്ങളുടെ അഭിപ്രായമല്ല, അത് അവരുടെ അഭിപ്രായമാണ്. ഇപ്പോൾ എൻ്റെ ഈ പ്രഭാഷണം കേട്ടാൽ നാളെ മുതൽ ഇവർ കിതാബ് എടുത്തിട്ട് വരും. ഖുർത്തുബിയിലില്ലേ, റാസിയിലില്ലേ, ബൈലാവിയിലില്ലേ, ജലാലൈനിയിലില്ലേ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ വായിച്ചിട്ട് തന്നെ പറയണത്. ആ കിതാബും കൊണ്ടല്ല വരേണ്ടത്. ധാരാളം തഫ്സീറുണ്ട്. ഈ തഫ്സീറൊക്കെ എഴുതിയത് മുസ്ലിയാക്കന്മാർ, മൗലവിമാർ, പണ്ഡിതന്മാർ, ഇമാമിങ്ങളൊക്കെയാണ്. അത് അവരുടെ അഭിപ്രായമാണ്. ഈ ഓരോരുത്തരും അഭിപ്രായങ്ങൾ രൂപീകരിച്ചത് അവരവരുടെ പരിസരത്ത് നിന്നാണ്, അല്ലാതെ കഴിയില്ലല്ലോ. അവരുടെ ഉസ്താദ് പറഞ്ഞു കൊടുത്തത് അവരുടെ ഉസ്താദിന് കിട്ടിയത് ഈ ശിഷ്യന് കിട്ടും. കുറച്ച് അയാൾ ചിന്തിക്കും, കുറച്ച് അയാൾ ആലോചിക്കും, എന്നിട്ട് എഴുതും. റാസിയിൽ തന്നെ കാണാം ഇതിന് വേറെ അർത്ഥങ്ങളുണ്ട്, ഈ പദത്തിന് അർത്ഥങ്ങളുണ്ട്. പക്ഷേ അതൊന്നുമല്ലാതെ പരമ്പരാഗതമായി കേട്ടുപോകുന്ന നാടോടി കഥകൾ, ആ കഥകളിൽ നിന്ന് രാജാക്കന്മാരും കൊട്ടാര പണ്ഡിതന്മാരും ഉണ്ടാക്കിയെടുത്ത, നിർമ്മിച്ചെടുത്ത അർത്ഥകൽപ്പനകൾ, ആ അർത്ഥകൽപ്പനകൾ ഇങ്ങനെ കൈമാറ്റം ചെയ്യുകയായിരുന്നു. ഇപ്പോഴും അത് കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഞാൻ ഈ ഖുത്ബ നിർവഹിക്കുന്ന ഈ സമയത്തും ഈ ദിവസത്തിലും നാളെയും ഒക്കെ ദർസുകളിൽ ഉസ്താദിൻ്റെ മുന്നിലിരുന്നിട്ട് കുട്ടികൾ ഇങ്ങനെ പഠിക്കുമ്പോൾ ഇതേ അർത്ഥം, ജാരസന്തതി എന്ന് അള്ളാഹു ഖുർആനിൽ ഒരു മനുഷ്യനെക്കുറിച്ച് തെറി പറഞ്ഞിരിക്കുന്നു, ഹ ഹ ഹ ഹ എന്ന് പഠിപ്പിച്ചു കൊടുക്കും. അത് കുട്ടികൾക്ക് പഠിക്കും. നാളെ അവരാണ് മുസ്ലിയാരാകേണ്ടത്, മൗലവി ആകേണ്ടത്, സംഘടനയുടെ പ്രസിഡന്റും സെക്രട്ടറി ആകേണ്ടത്. അവരിത് പഠിപ്പിക്കും. ഇങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തഫ്സീറുമായിട്ട് വരണ്ട. തഫ്സീറല്ല, വേദത്തിലുള്ളതെന്ത്, ഭാഷയിൽ അതിൻ്റെ അർത്ഥമെന്ത്, ഇതാണ് പഠിക്കേണ്ടത്. അടിസ്ഥാനപരമായി ചില കാര്യങ്ങൾ മനസ്സിലുണ്ടാകണം. അതെന്താണ്? ഖുർആൻ തെറി പഠിപ്പിക്കാനുള്ളതല്ല, ഒരു മനുഷ്യനെ ദ്വേഷിക്കാനുള്ളതല്ല, ഒരു മനുഷ്യനോട് പകപോക്കാനുള്ളതല്ല. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് എന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കും. എന്താ അതിൻ്റെ അർത്ഥം? അബൂലഹബ് നശിച്ചു പോകട്ടെ. പടച്ചോൻ പറയാണ് അബൂലഹബ് നശിച്ചു പോകട്ടെ. പടച്ചോൻ അബൂലഹബ് ആരാ? സംഘടനാ നേതാവ്, ഓഫീസിൽ നിന്ന് സംഘടനാ നേതാവ് പറയും ഓ മുടിഞ്ഞു പോട്ടെ, ഓ ഈ നേതാവാണോ പടച്ചോൻ? ഓ മുടിഞ്ഞു പോട്ടെ എന്ന് പറയാൻ മാത്രം നിസ്സാരനാണോ ഈ പ്രപഞ്ചത്തിൻ്റെ നാഥൻ? എന്ത് വിചാരിച്ചു നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച്? അർത്ഥം പഠിക്കണം, കാര്യം ഗ്രഹിക്കണം. പടച്ചതമ്പുരാൻ ഓഫീസിലെ ഉസ്താദാണെന്ന് വിചാരിക്കരുത്, മൗലവിയാണെന്ന് വിചാരിക്കരുത്. പടച്ചതമ്പുരാൻ ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനാണ്, റബ്ബുൽ ആലമീനാണ്. മുടിഞ്ഞു പോട്ടെ എന്ന് പറയുന്ന, നശിച്ചു പോട്ടെ എന്ന് പറയുന്ന, അങ്ങനെ ശപിക്കുന്ന ഒരു അള്ളാഹു, പടച്ചവനെക്കുറിച്ചുള്ള എന്തൊരു ധാരണയിലാണ് ഈ മൂഢന്മാർ ധരിച്ചു വച്ചിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനെക്കുറിച്ച്, ഈ അണ്ടകടാഹങ്ങൾ അടക്കി വരിക്കുന്നവനെക്കുറിച്ച്, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം ഇങ്ങനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവനെക്കുറിച്ച് ഇവരെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഓം മുടിഞ്ഞു പോട്ടെ എന്ന ഏതോ ഒരു വ്യക്തിയെക്കുറിച്ച്. ഈ വ്യക്തി അള്ളാഹുവിന് ആരാ? ഒരിക്കലും അങ്ങനെയൊന്നല്ല അതിൻ്റെ അർത്ഥം. അത് പഠിക്കണം. ഇൻഷാ അല്ലാഹ് ഖുത്ബകളിൽ നമ്മളത് പറയും, അകമ്പൊരുളിൽ അതുണ്ടാകും. അപ്പോൾ തെറി പറയലും തെറി പഠിപ്പിക്കലും അല്ല വേദങ്ങളുടെ ഉദ്ദേശം എന്ന സാമാന്യ ധാരണയെങ്കിലും മനസ്സിലുണ്ടാകണം. എന്നിട്ട് വർത്തമാനം പറയാം.
അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത് ത്വയ്യിബ് സറാഹും വജഅൽ ജന്നത മഅവാഹും ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وآخر الدعاء الحمد لله.